ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇഫ്താറിലെ താരമായിരുന്ന റോസ് മിൽക്കാണ്. ആദ്യം നമുക്ക് ഒരു റോസ് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഒരു പാനിയാക്കിയെടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു പാനിയിലേക്ക് നമ്മൾ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് റോസ് എസൻസ് ആണ്, അതും ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു സിറപ്പ് നല്ല തിക്കായി വരുന്നവരെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ സിറപ്പെല്ലാം ഒന്ന് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇതിരിക്കുന്നതോറും ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. അടുത്തതായിട്ട് നമ്മൾ റോസ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പാലെല്ലാം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റോസ് സിറപ്പ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ആ ഒരു കളറും മധുരമൊക്കെ കിട്ടുന്ന പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പാലെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള റോസ് മിൽക്കാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ ഒരു റോസ് മിൽക്ക്. ഒരു കാലത്ത് എല്ലാവരും ഉണ്ടാക്കിയിരുന്ന ഒരു ഇഫ്താർ റെസിപ്പി തന്നെയായിരുന്നു ഈ ഒരു റോസ് മിൽക്ക്. അപ്പം നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. ഈ ഒരു റോസ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ ഒരു റോസ് സിറപ്പ് തന്നെ ഉപയോഗിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ റൂഹബ്സ ഒന്നും ചേർത്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ റോസ് സിറപ്പ് തയ്യാറാക്കുന്നതും റോസ് മിൽക്ക് തയ്യാറാക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് ഉൾപ്പെടുത്തിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.